ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരക്. നിങ്ങളുടെ സ്വന്തം അനുമിസാണ്. ഓക്കെ മക്കളെ, എല്ലാവരും നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തകർത്ത് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ മാത്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വരകൾ രൂപങ്ങൾ എന്നുള്ള ചാപ്റ്റർ നമുക്കൊരു ചെറിയ സമയം കൊണ്ട് എക്സാമിന് വേണ്ടിയിട്ട് സെറ്റ് ആക്കി എടുത്താലോ? ഇത് എങ്ങനെയാണ് ചെറിയ സമയം കൊണ്ട് ഒരു വലിയ ചാപ്റ്റർ പഠിച്ചെടുക്കുക എന്ന് നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഇല്ലടാ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് മാക്സിമം നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ എന്ത് ചെയ്യട്ടെ, ഒരു ചാപ്റ്റർ ചെറിയൊരു സമയം കൊണ്ട് പഠിച്ചെടുക്കട്ടെ. സോ നമുക്കിനി സമയമൊന്നും കളയാനില്ല. ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വരകളെ കുറിച്ചും അതുപോലെ രൂപങ്ങളെ കുറിച്ചുമാണ് അല്ലെ. അപ്പൊ വരകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് കുറച്ച് ഷേപ്സുകളുടെ പേര് പഠിച്ചു. ഷേപ്പുകളുടെ പേരാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ആദ്യമായി മെയിൻ ആയിട്ട് കാണുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ കൂടിയായിരിക്കാം അല്ലെ. അപ്പൊ ഈ ഒരു ടേബിളിൽ കാണുന്ന ഷേപ്പുകൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ചാറ്റ് ബോക്സിന്റെ താഴെ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ടേബിളിൽ കാണുന്ന ആളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർക്കിൾ അല്ലെങ്കിൽ വൃത്തമാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം കൂടെ പറയാം. സർക്കിളിന്റെ കേസിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം എന്നുള്ളത്. സൈഡുകൾ ഒന്നുമില്ലാത്ത ജാമിതീയ രൂപം ഏതെന്ന് ചോദിച്ചാൽ എന്റെ കുട്ടിക്ക് എന്ത് എഴുതാം? സർക്കിൾ അല്ലെങ്കിൽ വൃത്തം എന്ന് എഴുതാം. കാര്യം എന്താന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ സൈഡുകൾ അല്ലെ, ഏറ്റവും കുറച്ച് സൈഡുകളോട് കൂടെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ജാമിതീയ രൂപമാണ് ആരടാ? ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം. അപ്പൊ ഇവിടെ സർക്കിളിന്റെ കേസിൽ ആരില്ല? വശങ്ങളില്ല, സൈഡുകളില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ ആരായിരുന്നു? എടാ, സർക്കിൾ ആയിരുന്നു അല്ലെ. സർക്കിൾ അല്ലെങ്കിൽ വൃത്തമായിരുന്നു. രണ്ടാമത്തെ ആള് നിങ്ങൾക്ക് അറിയുന്ന ആരാണ്? യെസ്, ട്രയാങ്കിൾ ആണ്. അപ്പൊ ട്രയാങ്കിളിന്റെ പേര് നിങ്ങൾക്കറിയാം, ത്രികോണം ഇല്ലേ, ത്രികോണമാണ്. ദെൻ അടുത്ത ആളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെക്ടാങ്കിൾ അല്ലെങ്കിൽ ചതുരമാണ് അല്ലെ. റെക്ടാങ്കിൾ അല്ലെങ്കിൽ ആരാണടാ? ചതുരമാണ്. ഓക്കെ, നെക്സ്റ്റ് ആളെന്ന് പറഞ്ഞാൽ ചതുരത്തിന്റെ കുഞ്ഞൻ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചതുരത്തിന് പോലെ തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡുകളും തുല്യമായ അല്ലെ, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള റെക്ടാങ്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ക്വയർ എന്ന് വിളിക്കുന്നത്. സോ ഇതിന് നമ്മൾ വിളിച്ച പേരായിരുന്നു എടാ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം ഇല്ലേ, സമചതുരം എന്ന് വിളിച്ചു. അപ്പൊ ഈ ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യത്തെ സെക്ഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത്. സോ ചാപ്റ്ററിന്റെ കൂടെ തന്നെ LSSന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യനും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? എന്നെ നിർമ്മിക്കാൻ 3 വര മതി, ഞാൻ ആര് എന്നാണ് ചോദിച്ചല്ലേ. എന്നെ നിർമ്മിക്കാൻ 3 വര മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് 3 സൈഡുള്ള ജാമിതീയ രൂപം എന്ന് പറഞ്ഞാൽ ആരാണടാ? യെസ്, നമ്മളെ ട്രയാങ്കിൾ ആണ്. സോ നമ്മളെ ആൻസർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇവിടെ ത്രികോണമായിരിക്കും. അപ്പൊ നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഏറ്റവും ചെറിയ ജാമിതീയ രൂപമാണ് ആരടാ? നമ്മളെ ഏറ്റവും കുറച്ച് വശങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന ജാമിതീയ രൂപമാണ് അവിടെ ട്രയാങ്കിൾ. സോ അത് 4 വശമാണെങ്കിലോ 4 സൈഡഡ് ആണെങ്കിലാണ് അത് ചതുരമായിട്ട് മാറുന്നത്. സോ ചതുരത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാവും നിങ്ങൾ എല്ലാവരും അല്ലെ. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? യെസ്, ഇതിന്റെ അകത്ത് നമുക്കറിയാം കുത്തനെയും അതുപോലെ വിലങ്ങനെയും നിൽക്കുന്ന വശങ്ങൾ അല്ലെ. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡുകൾ ഇതിൽ ഈക്വൽ ആയിരിക്കും. അതാണ് ചതുരത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടോടാ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു സൈഡും എന്താണ്? ഈക്വൽ ആണ്. ചതുരത്തിന് 4 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ ചതുരത്തിന് 4 മൂലകളുണ്ട് അല്ലെങ്കിൽ കോർണർ ഉണ്ട്. അതിന് കൂടെ LSS എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ച ഒരു പോയിന്റ് ആയിരുന്നു ചതുരത്തിന്റെ ഒരു കോർണർ അല്ലെങ്കിൽ ഒരു മൂല അല്ലെങ്കിൽ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരുന്നു? എടാ 90 ഡിഗ്രി, 90 ഡിഗ്രി ആയിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ആക്കിക്കോളാം. ഇത് റൈറ്റ് ആംഗിൾ ആയിരിക്കും കേട്ടോ. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോൺ എന്നൊക്കെയാണ് ഈ ഒരു ആംഗിളിനെ നമ്മൾ പറയുന്നത്. സോ ചതുരത്തിന്റെ പോയിന്റ്സുകൾ നമ്മൾ ഒന്നുകൂടെ പറയുകയാണത്. ചതുരത്തിന് 4 വശങ്ങളുണ്ട്. അതുപോലെ മുകളിലത്തെയും താഴത്തെയും അല്ലെ വിലങ്ങനെയും കുത്തനെയും നിൽക്കുന്ന വശങ്ങൾ എന്തായിരിക്കും? എടാ സെയിം ആയിരിക്കും. സോ ഈ പോയിന്റ്സ് ഒക്കെ ചതുരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു പോയിട്ടുള്ള പോയിന്റ്സുകളാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പുതുതായിട്ട് പറഞ്ഞൊരു പോയിന്റ് ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് കിടക്കുന്ന ആ ഒരു 90 ഡിഗ്രി എന്ന് പറയുന്ന ഒരു പോയിന്റ്. സോ ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ച കാര്യമാണ് അല്ലെ. പക്ഷെ ചതുരവും ഇപ്പൊ നമുക്ക് താഴെ നിൽക്കുന്ന ആളും കൂടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ? യെസ്, താഴെ നിൽക്കുന്ന ആൾക്ക് കുറച്ചൊരു ചരിവുണ്ട് അല്ലെ. ചതുരമായിട്ട് നോക്കുമ്പോൾ താഴെ നിൽക്കുന്ന ഈ ഒരു രൂപം കുറച്ച് ചരിഞ്ഞിട്ടാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നത്? ഈ ഒരു രൂപം ചതുരത്തിനേക്കാൾ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം എന്നുള്ള പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ചതുരവുമായിട്ട് എന്തുകൊണ്ടാണ് അത് മാറ്റമായത്? യെസ്, ആംഗിൾ എന്ന് പറഞ്ഞാൽ കണ്ടോടാ, ചതുരത്തിന്റെ ഒരു പ്രത്യേകത ഈ വശങ്ങള് നേരെ എന്താണ്? പെർപെൻഡിക്കുലർ എന്നാ പറയാ, ലംബമായിട്ടാണ് ഇരിക്കുന്നത്. കുത്തനെ അല്ലെ. ഇതിങ്ങനെയാണെങ്കിൽ നേരെ കുത്തനെയാണ് ആ ചതുരത്തിന്റെ വശം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഡിഗ്രി എന്തായത്? യെസ്, 90 ഡിഗ്രി ആയത്. പക്ഷേ
അടുത്ത കോണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇത് ചരിഞ്ഞു പോയില്ലേ, ആംഗിളിന്റെ രീതി തന്നെ മാറി. ഇതിൽ 4 ആംഗിളും സെയിം ആണ്, പക്ഷെ ഇതിൽ 4 ആംഗിളും സെയിം ആണോ? അല്ല. സോ 2 പിക്ചേഴ്സും അതിൽ വ്യത്യാസം ഉണ്ടായത് അതിന്റെ ആംഗിൾ കാരണം തന്നെയാണ്. സോ താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് രൂപങ്ങള്, ഇതിൽ ആരാണ് കൃത്യമായിട്ടുള്ള ചതുരം അല്ലെങ്കിൽ ഇതിന്റെ അകത്തുള്ള വശങ്ങള് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ്, എതിർ വശങ്ങൾ തുല്യമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ചതുരത്തിന്റെ ഓരോ വശങ്ങളും നമുക്ക് എഴുതാലോ. എഴുതിക്കൂടെടാ? ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ഒന്നാമത്തെ ഈ ഒരു ചതുരമാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഈ ചതുരത്തിനെ നോക്കിക്കേ, 8 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കും. സോ അതും 8 സെന്റിമീറ്റർ തന്നെയായിരിക്കും. 3 സെന്റിമീറ്റർ ഓപ്പോസിറ്റും 3 സെന്റിമീറ്റർ ആയിരിക്കും. ബാക്കിയുള്ള ചതുരത്തിന്റെ, നമ്മളെ രണ്ടാമത്തെ ചതുരത്തിന്റെ ആൻസർ നിങ്ങൾ തന്നെ പറയാട്ടോ. നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു നോക്കുക, ബാക്കിയുള്ള സൈഡുകൾ എത്ര വരും എന്നുള്ളത് വേഗം പറഞ്ഞോളാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മളെ ചതുരത്തിന്റെ കുഞ്ഞൻ എന്നൊക്കെ നമ്മൾ വിളിച്ചല്ലേ, ചതുരത്തിന്റെ മോനാണോ മോളാണോ ആരായാലും നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കുക. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ചതുരത്തെ പോലെ തന്നെയാണ്, പക്ഷേ എല്ലാ വശങ്ങളും ഈക്വൽ ആയിട്ടാണ് ഇയാള് നമ്മൾ കാണുന്നത്. സോ അതിനെയാണ് നമ്മൾ നേരത്തെ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് വിളിച്ചത്. എല്ലാ വശവും ഈക്വൽ ആണെങ്കിൽ, ഇത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കി 3 വശങ്ങളും എത്ര തന്നെയായിരിക്കും ഇവിടെ? 6 സെന്റിമീറ്റർ വീതം തന്നെയായിരിക്കും അല്ലെ, 6 സെന്റിമീറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞ് അതിന്റെ സൈഡിൽ ഒരു കുഞ്ഞ് സ്ക്വയർ കാണുന്നില്ലേ നിങ്ങൾ? ആ കുഞ്ഞ് സ്ക്വയറിന് 2 സെന്റിമീറ്റർ ആണ് നീളം അല്ലേ. അപ്പൊ എല്ലാ സൈഡും 2 സെന്റിമീറ്റർ ആണ്. സോ ഇതാണ് ആ ചതുരവും സ്ക്വയറും തമ്മിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ വ്യത്യാസം. അത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യമാണ് കേട്ടോ. എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ചതുരത്തിന് പറഞ്ഞ എല്ലാ പോയിന്റ്സുകളും അതിനുണ്ട്. 4 കോണുകളുണ്ട്, 4 വശങ്ങളുണ്ട്. അതിന്റെ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതിന് കൂടെ നമ്മൾ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. എല്ലാ സമചതുരവും ചതുരമാണ്, പക്ഷേ എല്ലാ ചതുരവും സമചതുരമല്ല. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടായിരിക്കും അല്ലെ. നമുക്കറിയുന്ന കാര്യമാണ്. ഈ ചതുരവും അതേപോലെ തന്നെ സമചതുരവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. എന്താ പറയുന്നത്? എല്ലാ സമചതുരവും, എല്ലാ സ്ക്വയേഴ്സും റെക്റ്റാങ്കിൾ ആണ്, പക്ഷേ എല്ലാ റെക്റ്റാങ്കിളും ആരല്ല? സ്ക്വയർ അല്ല എന്നാണ് പറഞ്ഞത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഇതൊക്കെ LSSന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ LSS എക്സാമിന് കഴിഞ്ഞ തവണ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, നിങ്ങളെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പഠിക്കുന്ന സമയത്ത് ചോദിച്ച ചോദ്യമാണ് ഇപ്പൊ നിങ്ങളെ ബോർഡിൽ കാണുന്നുണ്ടായിരിക്കാം. ഇതും ഈ ചാപ്റ്ററിന്റെ അകത്ത് കടന്നു പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താ? ചതുരത്തിന് എത്ര മൂലകളുണ്ട്, എത്ര കോർണേഴ്സ് ഉണ്ട്? യെസ്, 4 സൈഡുകളുണ്ട് അല്ലെ, 4 വശങ്ങളുണ്ട്. ഈ 4 വശങ്ങളിൽ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, ഞാനൊന്ന് വരച്ച് എന്റെ കുട്ടികൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളുടെ റെക്റ്റാങ്കിൾ. ഓക്കെ, ആ റെക്റ്റാങ്കിളിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു? ഇതിന്റെ ഒരു കോർണർ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. ഓക്കെ, ഇതിന്റെ ഒരു കോർണർ ഞാൻ എന്ത് ചെയ്തുടാ? ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര ആംഗിൾ ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ എല്ലാവരും ചിന്തിക്കും, 4 മൂലകളിൽ നിന്ന് ഒരു കോർണർ അങ്ങ് കട്ട് ചെയ്താൽ ബാക്കി 3 എണ്ണം അല്ലേ ഉണ്ടാവുള്ളൂ ടീച്ചറെ എന്നാണ് നിങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കുക. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? യെസ്, നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ആംഗിൾ കൂടെ കൂടുതലായിട്ട് വന്നു. 3 ആംഗിൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ നോക്കിക്കേ, 4, 5 എന്നിങ്ങനെ 5 കോണുകളായിട്ട് അവിടെ ഉണ്ടായതാണ് ചെയ്തത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറെ ആൾക്കാർക്ക് ആൻസർ അറിയാം, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മളെ ചാപ്റ്ററിന്റെ പകുതി സെക്ഷൻ നമ്മൾ ഇത്രയും സമയം കൊണ്ട് പഠിച്ചു കഴിഞ്ഞുകൂടാ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്കി പകുതി സെക്ഷൻസ് ആണ്. അത് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ഈ ഒരു പിക്ചറിലൂടെയാണ് നിങ്ങൾ നമ്മളെ ചാപ്റ്ററിന്റെ പകുതി ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാ? യെസ്, ഈ ഒരു രൂപത്തിൽ, ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് രൂപങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ആ രൂപങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ എന്താക്കിയതാണ്? യെസ്, എല്ലാ രൂപങ്ങളുടെ പേരും നമ്മൾ പഠിച്ചതുമാണ്. നമ്മൾ ഇനി പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോക്കി കാണേണ്ട 4 ഷേപ്പുകളാണ് നമ്മളെ ബോർഡിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലെ. ഈ ഷേപ്പുകളുടെ പേരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ ആദ്യത്തെ ആൾ അല്ലെ, ആദ്യത്തെ ആൾ ആരാണടാ? യെസ്, ആദ്യത്തെ ആളിനെ നമ്മള് കോൺ എന്ന് വിളിച്ചു. കോൺ, വൃത്തസ്തൂപിക അല്ലെങ്കിൽ നമ്മൾ വിളിച്ച പേരാണതാ കോൺ. അപ്പൊ അതിന് ഓരോന്നിനും പേരുകൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ചാടി കയറി ആൻസർ പറഞ്ഞോളൂ കേട്ടോ. രണ്ടാമത്തെ ആളാണ് ക്യൂബ് ഷേപ്പാണ് നമുക്ക് രണ്ടാമത്തെ ആളിനെ നമ്മൾ പഠിച്ച പേര്. മൂന്നാമത്തെ ഷേപ്പിനെ നമ്മൾ റെക്റ്റാങ്കിൾ ബ്ലോക്ക് എന്ന് വിളിച്ചു. ഇല്ലേടാ, സമചതുര കട്ടയാണത്. റെക്റ്റാങ്കിൾ ബ്ലോക്ക് എന്നായിരുന്നു നമ്മൾ വിളിച്ചത്. നാലാമത്തെ ആളായിരുന്നു ഗോളം, അല്ലെങ്കിൽ അതിനെ വിളിച്ച പേരാണ് സ്പിയർ.
അപ്പൊ ഈ 4 ആളുകളും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട 4 പേരാണ് കേട്ടോ. അപ്പൊ ഇവർക്ക് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളോട് ചോദിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കോണിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം യെസ് കോൺ ഐസ്ക്രീം പറയാം. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ആളാണ് ആര്? റെക്ടാങ്കിൾ ബ്ലോക്ക്. അത് ആര് വേണം പറയാം അല്ലെ. മരക്കട്ട പറയാം, അതുപോലെ നിങ്ങൾക്ക് എന്ത് പറയാം, സോപ്പ് പറയാം, ബോക്സ് പറയാം, ബുക്ക് പറയാം. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉള്ള ആളാണ് നമ്മുടെ റെക്ടാങ്കിൾ ബ്ലോക്ക്. ക്യൂബിന് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം, റുബിക്സ് ക്യൂബ് പറയാം, ഡൈസ് പറയാം, നമ്മളെ ലുഡോ ഒക്കെ കളിക്കുന്ന ഡൈസ് പറയാം ഇല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ക്യൂബിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. സ്പിയറിന് എക്സാമ്പിൾ പറഞ്ഞൂടെ, ബോള് പറയാം, ബബിൾസ് പറയാം, പ്ലാനറ്റ് പറയാം. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ആർക്കും ഉണ്ടടാ, നമ്മുടെ സ്പിയറിനും ഉണ്ട്. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച ആളാണ് കോൺ അല്ലെ. കോണാണ് നമ്മൾ കോൺ ഐസ്ക്രീം. ഇല്ലെങ്കിൽ ബർത്ത്ഡേ ക്യാപ്പ് ഒക്കെ ഇല്ലേ, അത് ക്ലോസ് ചെയ്താലൊക്കെ ഉണ്ടാവുന്ന രൂപം എന്തിന്റെ ഷേപ്പിലാണ് വരുന്നത്? വൃത്ത സ്തൂപികയുടെ ഷേപ്പിലാണ് കാണുന്നത്. സോ ഇനി നമ്മളെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആക്കി എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ചതുരത്തിന് ശരി അടയാളം കൊടുക്കുക, സമചതുരത്തിന് റെഡ് കളർ ചുവപ്പ് നിറം കൊടുക്കുക. കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ ചതുരം ആരാണ്? യെസ്, സെക്കൻഡ് വൺ ആണ്. അതിന് ഞാൻ ശരി കൊടുത്തു. സമചതുരത്തിന് റെഡ് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? അതിന് റെഡ് കളർ കൊടുക്കണം. എന്റെ കയ്യിൽ ഇപ്പോൾ റെഡ് കളർ ഇവിടെ ഇങ്ങനെയാണ് കൊടുക്കാനുള്ളത്. ഞാനിത് കൊടുത്തത് വൃത്തിയായിട്ടുണ്ടാവില്ല, പക്ഷെ എന്റെ കുട്ടികൾ എന്ത് ചെയ്യാ, ക്ലിയർ ആയിട്ട് സമചതുരം അല്ലെ, സമചതുരത്തിന് ഈക്വൽ സൈഡുകളാണ്. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ സമചതുരത്തിന്റെ പ്രത്യേകതയാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. എന്താണടാ? ദേ മനു ആശംസാ കാർഡ് ഉണ്ടാക്കുകയാണ്. നിങ്ങളൊക്കെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കും അല്ലെ. പക്ഷെ ആ ഗ്രീറ്റിംഗ് കാർഡ് ഏത് ഷേപ്പിലാണ്? സ്ക്വയർ ഷേപ്പ്. എല്ലാ സൈഡും ഈക്വൽ ആണ് അതിന്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നോക്കണ, വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുര കാർഡിന് 4 വശത്തും കമ്പി നൂൽ ഒട്ടിച്ചു. അവൻ എന്ത് ചെയ്യാണ്? ദേ ഇവിടുന്ന് തുടങ്ങിയിട്ട് കമ്പി നൂല് ദേ ഇതുപോലെ ഒട്ടിച്ചൊട്ടിച്ച് ദേ അവൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ അവൻ വന്നെത്തി. അങ്ങനെയാണെങ്കിൽ എത്ര സെന്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ തന്നിട്ടുണ്ട് സ്ക്വയറിന്റെ ആദ്യത്തെ അല്ലെ, ആ സ്ക്വയറിന്റെ വശത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ സൈഡിന്റെ നീളം 8 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും 8 ആയിരിക്കും. സോ അതിന് ചുറ്റിലും നമ്മൾ എത്ര ഒട്ടിച്ചുവടാ? കമ്പി നൂൽ മൊത്തത്തിൽ ഒട്ടിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യെസ്, 8 സെന്റിമീറ്റർ 4 തവണ നിങ്ങൾ കൂട്ടി നോക്കുകയായിരിക്കും അല്ലെ. 8 + 8 + 8 + 8 ഇങ്ങനെ 4 തവണ കൂട്ടുന്നതിന് പകരമായിട്ട് എന്റെ കുട്ടികള് 8നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങളുടെ ആൻസർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ ആൻസർ എത്രയാണടാ? 8 4 32 32 സെന്റിമീറ്റർ ലെങ്ത്തിൽ നിങ്ങൾക്ക് ആ നൂല് വേണ്ടി വരും ഒട്ടിച്ചു വരാൻ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ക്വയറിന്റെ രീതിയിൽ ഏത് ചോദ്യം ഇതുപോലെ വന്നാലും എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് ചതുരത്തിനെ സംബന്ധിച്ച, ചതുരത്തിന്റെ വശങ്ങൾ സംബന്ധിച്ച ഒരു ചോദ്യമാണ്. വായിച്ചു നോക്കിക്കേടാ, എന്താണ് ചോദ്യം? താഴെ തന്നിരിക്കുന്നത് ചില രൂപങ്ങളുടെ രൂപങ്ങളുടെ വശത്തിന്റെ അളവാണ്. ചതുരം വരയ്ക്കുവാൻ കഴിയുന്ന അളവുകൾ ഇതിലേതാണ്? സോ ചതുരത്തിന് നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ചതുരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇല്ലടാ, ഇതില് ഈ സൈഡും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നോക്കിക്കാൻ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ എ എന്താണ്? 5 8 6 7. 4 സൈഡും വെറൈറ്റി ആയി പോയി. സോ ഇതല്ല. ബി ഓപ്ഷൻ ബി ആരാണ്? 5 6 7 9. അതും 4 സൈഡും വെറൈറ്റി ആണ്. സോ നമ്മളെ ബി ഓപ്ഷനും അല്ല. ദെൻ സി നോക്കിക്കാൻ നിങ്ങൾ 5 8 5 8. അപ്പൊ അതെങ്ങനെയാടാ വരിക? ഇവിടെ ഞാൻ 5 കൊടുത്തു, പിന്നെ ഇവിടെ 8 കൊടുത്തു, ഇവിടെ 5 കൊടുത്തു, പിന്നെ ഇവിടെ 8 കൊടുത്തു. നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിട്ട് വരുന്ന ആകെയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ആരാണ്? യെസ്, നമ്മളുടെ ഓപ്ഷൻ സി ആണ്. സോ എന്റെ മക്കളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു കാമ്പ് എന്ന് തന്നെ പറയാം അല്ലെ. ഉള്ളിലുള്ള എല്ലാ കോർ സെക്ഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്റർ ഇന്നാ പിടിച്ചോ. എല്ലാ മാർക്കും ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പാവട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു ചാപ്റ്റർ അങ്ങോട്ട് അയച്ചു കൊടുത്തോളാം. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയും ചെറിയ സമയം കൊണ്ട് നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ നമ്മൾ ഓണപരീക്ഷ തകർക്കും. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ബാക്കി കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്.
അത് വേറെ ഒന്നുമല്ല നമ്മളെ ബാച്ചിനെ പറ്റി തന്നെയാണ്. അപ്പൊ എന്റെ കുട്ടികൾ ഒരുപാട് സമയമായിട്ട് കേട്ട കാര്യമായിരിക്കും. താഴെ സ്ക്രോള് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെ ബാച്ചിന് ഇപ്പോഴും വലിയൊരു ഓഫർ ഉണ്ട്. 10% ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മളെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളെ അമ്മയുടെ അച്ഛന്റെ ഫോണുകളൊന്നും എലോ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫോൺ നിങ്ങൾക്ക് കിട്ടേണ്ട എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ടാബും അതേപോലെ തന്നെ എന്താക്കാൻ പറ്റും, 10% ഡിസ്കൗണ്ടില് ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത് മാത്രമല്ല നമ്മളെ വാട്സ്ആപ്പ് ചാനൽ അല്ലേ, അപ്പൊ ഒരുപാട് പേര് നമ്മളെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്തവരായിരിക്കും. സോ ഈ ഒരു QR കോഡ് എന്റെ മക്കളെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സൈലത്തിന്റെ വാട്സ്ആപ്പ് ചാനലിലേക്ക് എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന്റെ ഒരു QR കോഡാണ്. അപ്പൊ ഒരാളും മിസ് ചെയ്യരുത് ഇത്രയും ചാൻസുകൾ. അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോളാം. ദെൻ ഇനി എന്റെ മക്കൾ ശ്രദ്ധിക്കുക, ഇന്നത്തെ മാത്സിന്റെ ലൈവ് ഒരാൾ പോലും മിസ് ചെയ്യരുത്. അപ്പൊ മാത്സിന്റെ ഒരു തകർപ്പ് ലൈവ് ആയിട്ട് നിങ്ങളെ മിസ് ഇവിടെ 7 മണിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് ആ ഒരു ലൈവിൽ ഉണ്ടായിരിക്കുക. നമുക്ക് ഇനിയും നമ്മളെ ഓണ പരീക്ഷ തകർത്ത് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങളെ കൂടെ ഉണ്ട്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.